പക്ഷേ അതിലും തീർച്ചയായിട്ടും സുതാര്യമായിട്ട് ആ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തിയൊരു ജനക്ഷേമ പദ്ധതിയാണ് റേഷൻ സംവിധാനം. പണ്ടൊക്കെ റേഷൻ കടകളിൽ വരുന്ന അരിയും ഗോതമ്പും ഒക്കെ മറിച്ച് വിൽപ്പന നടത്തുക എന്നുള്ളത് വളരെ വ്യാപകമായിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ സുതാര്യമാക്കിയത് കൊണ്ട് അത് വളരെ വളരെ അങ്ങനത്തെ തിരിമറികൾ കുറഞ്ഞ് നടപ്പാക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ്. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് 60 വയസ്സ് കഴിഞ്ഞ് 6000 രൂപ വരെ ഒരു വീട്ടിൽ തന്നെ പെൻഷൻ കിട്ടാവുന്ന ഒരു പദ്ധതിയാണ് ഈ ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ എന്ന ഒരു പദ്ധതി. ആ പദ്ധതി വളരെ ചുരുങ്ങിയ എമൗണ്ട് അടച്ച് 60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 3000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ മനുഷ്യർക്ക് അവർക്ക് ഏത് പ്രായമായാലും അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നതിനുള്ളതാണ്. അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും അതുപോലെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ള സ്കീമുകൾ, അതുപോലെ സ്ത്രീകൾ പ്രഗ്നൻ്റ് വിമനുള്ള പദ്ധതികൾ, അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാ പ്രദേശത്തുള്ളവർക്കും എല്ലാവിധ ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പദ്ധതികൾ, വൈവിധ്യമേറിയ പദ്ധതികൾ ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. അതെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും കിട്ടുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഭരിക്കുന്ന പാർട്ടികൾ അത് എല്ലാവർക്കും എത്തിക്കാൻ ഉത്തരവാദിത്വം അവർക്കുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കാതെ, രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കാതെ, ഇടനിലക്കാരുടെ ആവശ്യമില്ലാതെ ഇത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ആൾക്കാരുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്, ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഈ പദ്ധതികൾ എന്താണെന്ന് അറിഞ്ഞ് അതൊക്കെ നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നുണ്ടോ ഇടനിലക്കാരില്ലാതെ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയം. ഇതിനു മുമ്പ് 5 വർഷം ഭരിച്ചിരുന്നവർ നിങ്ങളുടെ അടുത്ത് വോട്ട് അഭ്യർത്ഥിച്ച് വരുമ്പോഴത്തേക്കും ഈ പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ലാതെ കിട്ടിയിട്ടുണ്ടോ, കിട്ടുന്നുണ്ടായിരുന്നോ എന്നുള്ളത് ചോദിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അറിയേണ്ട ഒരു സമയമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം.